മുജ്തബ ഖമേനിയുടെ ഉത്തരവ്. ചെങ്കടൽ പിടിച്ചെടുക്കാൻ ഹൂതികൾ. ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹൂതി വിമതർ ആഗോള സമുദ്രപാതയിൽ തന്ത്രപ്രധാനമായ സ്ഥാനമുള്ള ബാബ് എൽ മന്ദേബ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം പിടിച്ചെടുക്കാൻ വലിയ സൈനിക നീക്കങ്ങൾക്ക് തയ്യാറെടുക്കുകയാണെന്ന മുന്നറിയിപ്പുമായി യമന്റെ അന്താരാഷ്ട്ര അംഗീകൃത ഗവൺമെന്റ് രംഗത്തെത്തിയിരിക്കുന്നു. യമൻ മോണിറ്റർ പങ്കുവച്ച റിപ്പോർട്ടുകൾ പ്രകാരം അന്താരാഷ്ട്ര മാധ്യമമായ AFPക്ക് നൽകിയ അഭിമുഖത്തിലാണ് യമൻ വിവരസാങ്കേതിക വാർത്താവിനിമയ മന്ത്രി മൊഅമ്മർ അൽ എര്യാനി ഈ സുപ്രധാന മുന്നറിയിപ്പ് നൽകിയത്. യമന്റെ പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിലുടനീളം ഹൂതികൾ തങ്ങളുടെ സൈനിക സാന്നിധ്യം ശക്തമാക്കുകയാണെന്ന് മന്ത്രി വ്യക്തമാക്കി. ചെങ്കടലിലെ തന്ത്രപ്രധാനമായ ചില യമനി ദ്വീപുകളിന്മേൽ ആധിപത്യം സ്ഥാപിക്കാനും തങ്ങളുടെ സ്വാധീനം വ്യാപിപ്പിക്കാനും വിമതസേന ശ്രമിക്കുന്നുണ്ട്. ഈ നീക്കങ്ങളുടെ ബാബ് എൽ മന്ദേബിന്റെ നിയന്ത്രണം പൂർണ്ണമായും തങ്ങളുടെ കൈപ്പിടിയിലാക്കുകയാണ് ഹൂതികളുടെ ലക്ഷ്യമെന്ന് ഗവൺമെന്റ് വിലയിരുത്തുന്നു. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ കൃത്യമായ മാർഗനിർദ്ദേശത്തിലും സാമ്പത്തിക സൈനിക പിന്തുണയിലുമാണ് ഈ പദ്ധതി തയ്യാറായിരിക്കുന്നതെന്ന് അൽ എര്യാനി ആരോപിച്ചു. പടിഞ്ഞാറൻ തീരമേഖലയിലെ തുറമുഖങ്ങൾ, കപ്പൽ ഡോക്കുകൾ, ഗവൺമെന്റ് നാവിക കേന്ദ്രങ്ങൾ എന്നിവയ്ക്ക് നേരെ ഹൂതികൾ നിരന്തരം പ്രഹരമേൽപ്പിക്കുന്നത് ഈ തന്ത്രപ്രധാനമായ സൈനിക പദ്ധതിയുടെ ഭാഗമായാണ്. നിലവിൽ ബാബ് എൽ മന്ദേബ് കടലിടുക്കിന്റെ നേരിട്ടുള്ള ഭരണം അല്ലെങ്കിൽ നിയന്ത്രണം ഹൂതികളുടെ കൈകളിലില്ല. എങ്കിലും ചെങ്കടലിലെ ഏറ്റവും വലിയ തുറമുഖ നഗരങ്ങളിൽ ഒന്നായ ഹുദൈദയുടെ പൂർണ്ണ നിയന്ത്രണം ഇപ്പോഴും ഹൂതികൾക്കാണ്. അവിടെ നിന്നും വടക്കൻ യമനിലെ തങ്ങളുടെ കോട്ടകളിൽ നിന്നും കടലിലെ അന്താരാഷ്ട്ര കപ്പലുകൾക്ക് നേരെ ഡ്രോൺ, മിസൈൽ ആക്രമണം നടത്താൻ അവർക്ക് അനായാസം സാധിക്കുന്നുണ്ട്. ഹുദൈദയ്ക്ക് തെക്കേ സ്ഥിതി ചെയ്യുന്ന അൽ ഖോഖ, അൽ മോഖ തുടങ്ങിയ പ്രദേശങ്ങളിലൂടെ കടന്നുപോയി ബാബ് എൽ മന്ദേബിലേക്ക് വൻ സൈനിക മുന്നേറ്റത്തിന് ഹൂതികൾ പദ്ധതിയിടുന്നതായി യമൻ ഗവൺമെന്റ് സഖ്യസേനയുടെ വക്താക്കളും യമൻ മോണിറ്റർ വഴിയുള്ള റിപ്പോർട്ടുകളിൽ സാക്ഷ്യപ്പെടുത്തുന്നു. വിശേഷിച്ച് മോഖ തുറമുഖത്തിന് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ സർക്കാർ സേനയുടെ ആയുധ വിതരണം തടസ്സപ്പെടുത്താനുള്ള തന്ത്രമാണ്. ചെങ്കടലിനെയും ഏദൻ ഉൾക്കടലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ജലപാതയാണ് ബാബ് എൽ മന്ദേബ്. ആഗോള വ്യാപാരത്തിന്റെയും എണ്ണ വിതരണത്തിന്റെയും കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടലിടുക്കുകളിൽ ഒന്നാണിത്. സുവാസ് കനാൽ വഴിയുള്ള യൂറോപ്പ് ഏഷ്യ വ്യാപാര പാതയിലെ നിർണായക മുനമ്പായും ഇത് പ്രവർത്തിക്കുന്നു. നിലവിലെ ഭൗമരാഷ്ട്രീയ സാഹചര്യത്തിൽ ബാബ് എൽ മന്ദേബിന്റെ നിയന്ത്രണം ഹൂതികൾക്ക് ലഭിക്കുകയാണെങ്കിൽ അത് അന്താരാഷ്ട്ര വ്യാപാര മേഖലയ്ക്കും ഊർജ്ജ വിപണിക്കും നികത്താനാകാത്ത ആഘാതമായിരിക്കും ഉണ്ടാക്കുക. ഗൾഫ് മേഖലയിൽ നിന്നും യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കുമുള്ള എണ്ണക്കപ്പലുകളുടെ നീക്കത്തെ പൂർണ്ണമായി തടസ്സപ്പെടുത്താൻ അവർക്ക് ഇതിലൂടെ സാധിക്കും. പശ്ചിമേഷ്യയിൽ ഇറാന്റെ സ്വാധീനം വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ നീക്കം വിലയിരുത്തപ്പെടുന്നത്. ഹോർമൂസ് കടലിടുക്കിന് പുറമെ ബാബ് എൽ മന്ദേബ് കൂടി സ്വന്തം നിയന്ത്രണത്തിലോ സഖ്യസേനയുടെ സ്വാധീനത്തിലോ എത്തിക്കാൻ സാധിച്ചാൽ ലോകത്തിലെ രണ്ട് പ്രധാന എണ്ണ ഗതാഗത പാതകളുടെയും നിയന്ത്രണം ഇറാനും അവരുടെ സഖ്യശക്തികൾക്കും ലഭിക്കും. ഈ പുതിയ സൈനിക സന്നാഹങ്ങൾ പശ്ചിമേഷ്യൻ സുരക്ഷാ സമവാക്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുകയാണ്. വൻകിട അന്താരാഷ്ട്ര കപ്പൽ കമ്പനികൾ ചെങ്കടൽ വഴിയുള്ള യാത്ര ഒഴിവാക്കി ആഫ്രിക്കൻ വൻകര ചുറ്റിക്കറങ്ങുന്ന ദീർഘദൂര പാതകൾ തിരഞ്ഞെടുക്കാൻ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇത് ചരക്കുകൂലി വർദ്ധിക്കാനും ലോകമെമ്പാടും പണപ്പെരുപ്പം ഉയരാനും കാരണമാകും. മേഖലയിലെ മറ്റു പ്രമുഖ ശക്തിയായ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഈ നീക്കം നേരിട്ടുള്ള സുരക്ഷാ ഭീഷണിയാണ്. തങ്ങളുടെ അതിർത്തികളിൽ ഇറാന്റെ നിഴൽ സേനകൾ കൂടുതൽ ശക്തമാക്കുന്നത് സൗദിയുടെ അതിർത്തി സുരക്ഷയെയും സാമ്പത്തിക താൽപര്യങ്ങളെയും ഒരുപോലെ സാരമായി ബാധിക്കും. സൗദി അറേബ്യയുമായി യുദ്ധം തുടരുന്ന ഘട്ടത്തിൽ തങ്ങളുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കാൻ ഹൂതികൾ തുടർച്ചയായി ശ്രമിച്ചിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള നൂതന മിസൈലുകളും ഡ്രോൺ സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് അന്താരാഷ്ട്ര സമുദ്രമേഖലയിലെ കപ്പലുകളെ ലക്ഷ്യമിടാൻ അവർക്ക് സാധിക്കുന്നത് അന്താരാഷ്ട്ര നാവികസേനകൾക്കും വലിയ വെല്ലുവിളിയാണ്. ഹൂതികളുടെ ഈ പ്രകോപനപരമായ നിലപാടുകൾ കാരണം യമനിലെ ആഭ്യന്തര സമാധാന നീക്കങ്ങൾ പൂർണ്ണമായും മുടങ്ങുന്ന സാഹചര്യമാണുള്ളത്. വർഷങ്ങളായി തുടരുന്ന ആഭ്യന്തര യുദ്ധം മൂലം കടുത്ത മാനുഷിക ദുരന്തം അനുഭവിക്കുന്ന യമൻ ജനതയ്ക്ക് പുതിയ സൈനിക നീക്കങ്ങൾ കൂടുതൽ ദുരിതങ്ങൾ സമ്മാനിക്കും. യമനിലെ അന്താരാഷ്ട്ര അംഗീകൃത ഗവൺമെന്റ് തങ്ങളുടെ അധീനതയിലുള്ള തീരദേശ മേഖലകൾ സംരക്ഷിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഹൂതികളുടെ ശക്തമായ ഡ്രോൺ മിസൈൽ വ്യൂഹത്തെ തടഞ്ഞു നിർത്താൻ അവർക്ക് അന്താരാഷ്ട്ര സഖ്യസേനയുടെ സഹായം അത്യാവശ്യമാണ്.
അന്താരാഷ്ട്ര സമൂഹവും ഐക്യരാഷ്ട്രസഭയും ചെങ്കടലിലെ കടൽക്കൊള്ളയ്ക്കും ഭീകര പ്രവർത്തനങ്ങൾക്കുമെതിരെ ശക്തമായ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. എന്നിരുന്നാലും സമുദ്ര ഉപരോധങ്ങളിലൂടെ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിപ്പിക്കാനാണ് ഹൂതികൾ നീക്കം നടത്തുന്നത് എന്ന് ചില റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാക്കുന്നു. ഹൂതി വിമതരുടെ ഈ ആസൂത്രിത നീക്കം പശ്ചിമേഷ്യയിൽ മറ്റൊരു കടുത്ത സൈനിക വിന്യാസത്തിന് വഴിമരുന്നിട്ടിരിക്കുകയാണ്. ബാബ് എൽ മന്ദേബിൽ തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കാനുള്ള ഹൂതികളുടെ ശ്രമം വിജയിച്ചാൽ അത് വരും നാളുകളിൽ ആഗോള സാമ്പത്തിക മേഖലയെയും നയതന്ത്ര ബന്ധങ്ങളെയും ദുരവ്യാപകമായി ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.